ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ നിരന്തരം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാൻ അമ്മ ഈശോയോട് നിരന്തരം ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ എൻ്റെ സ്നേഹിതൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയുടെയാക്കി. അപ്പോൾ ഈ പെങ്ങളൊക്കെ വിദേശത്താണ്. മറ്റു പെങ്ങന്മാരുടെ കുട്ടികളെല്ലാം കൂടെ 5-6 കുട്ടികളുണ്ട് ഇവരുടെ വീട്ടിൽ. അപ്പോൾ ഈ കുട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കുട്ടി എന്ത് പറഞ്ഞാലും ഈ തറുതല പറയും, അനുസരിക്കില്ല, പഠിക്കത്തില്ല. ഈ ഒരു അവസ്ഥയിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ചെന്നു. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ എന്നെ കണ്ടപ്പം പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിച്ച് ശരിയാകുന്നൊന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞു. കാരണം എന്ത് പറഞ്ഞാലും ഇത് ഇങ്ങനെ തറുതലയെ പറയത്തുള്ളൂ. അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇതെന്നോട് ഇങ്ങനെ തറുതല പറയാൻ തുടങ്ങി. ഇങ്ങനെ വചനത്തെക്കുറിച്ച് പറയുമ്പോഴും വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മറുചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ചു നേരം ഇതിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത് ഒരു കാര്യവും അംഗീകരിക്കില്ല. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ഇപ്പറേക്ക് ഇങ്ങനെ മാറിയിരുന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, എന്നാ ഞാൻ പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞ് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാ ഈ പിള്ളേരുടെ മുമ്പിൽ വന്ന് ഞാനാകെ നാണം കെട്ടുപോയല്ലോ എന്നിങ്ങനെ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ കുട്ടി ഇപ്പോഴിങ്ങനെ ചിന്തിക്കുന്ന ഇതാണ്, താൻ എന്ത് കോപ്പ് പറഞ്ഞാലും ഞാനത് അനുസരിക്കത്തില്ല, തനിക്കൊന്നും വേറെ പണിയില്ലേ എന്നിങ്ങനെയാണ് ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഈ കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ ഈ കാര്യമല്ല ചിന്തിച്ചത് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ, ഇത് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ വിഷമമായിപ്പോയി. ഈ പെൺകുട്ടി ആ മുഖം പിടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം പോലും ഇങ്ങനെ സംസാരിച്ചില്ല. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്നോർത്ത് എനിക്ക് പിണക്കമൊന്നുമില്ല, എനിക്കങ്ങനെ വിഷമവും ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മൾ എന്ത് ചിന്തിച്ചാലും അതെല്ലാം പരിശുദ്ധാത്മാവിനറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു എന്നോർത്ത് ഒരിക്കലും വിഷമിക്കുകയോ വേദനിക്കുകയോ ഒന്നും വേണ്ട, ഞാൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വചനങ്ങളും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ആ നിമിഷം തൊട്ട് ഈ കുട്ടി കേൾക്കുവാൻ തുടങ്ങി. ഒരു മറുതലിച്ചൊരു സംസാരം പോലും പിന്നെ ഉണ്ടായില്ല. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് +2 ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കോഴ്സൊക്കെ പഠിച്ച് മുൻപോട്ട് നല്ലൊരു ജീവിതത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെന്നാൽ ഇത് ശ്രവിക്കുവാനോ ഒന്നും നമ്മൾ ചെവി കൊടുക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ മൊബൈലിലും അല്ലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സഹായിച്ച ഒരു കുഞ്ഞനുഭവം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഭരണങ്ങാനം പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിച്ചമ്മയിൽ പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്നോർത്ത് ഇങ്ങനെ പള്ളിയിൽ നിന്നിറങ്ങി. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം കട്ടറും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഈ വേറൊരു നല്ലൊരു വഴിയിൽ കൂടി, 2 വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി, നല്ലൊരു വഴിയിൽ കൂടി പോകാമെന്നോർത്ത് മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വഴിക്ക്, ഈ കട്ടറുള്ള വഴിക്ക് കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാ, ഇതെല്ലാം നല്ല വഴി, ഞാൻ ഈ വഴി പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആ വഴി പോകണ്ട, ഈ വഴി പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഞാനതനുസരിക്കാതെ ഞാൻ നല്ല വഴി കൂടി അങ്ങോട്ട് മുൻപോട്ട് പോയി. കുറച്ച് മുൻപോട്ട് ചെന്നപ്പോൾ അവിടെ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. പോലീസ് കൈ കാണിച്ചു. ഞാൻ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബുക്കും പേപ്പറും എല്ലാം കാണിക്കാൻ പറഞ്ഞു. ഞാനിതെല്ലാം കാണിച്ചു. അവർ എല്ലാ കാര്യങ്ങളും നോക്കി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ എൻ്റെ കണ്ണാടി വേറൊരു ബൈക്ക് തട്ടി എൻ്റെ കണ്ണാടി ഒടിഞ്ഞു പോയായിരുന്നു. കണ്ണാടി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു 100 രൂപ ഫൈൻ അടിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പിന്നെ സാറേ, ഈ കഴിഞ്ഞ ദിവസം ഒന്ന് തട്ടി ഇത് ഒടിഞ്ഞു പോയതാണ്, അതുകൊണ്ട് എന്നാ പറഞ്ഞാലും ഒരു കാര്യവുമില്ല, അതുകൊണ്ട് 100 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 100 രൂപ ഫൈൻ അടച്ചിട്ട് ഞാൻ മുൻപോട്ട് പോയി.
അപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവ് ഈ വഴി പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിലെ പോകുമായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ഈ 100 രൂപ നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്ന് ചിന്തിച്ച് ഞാൻ പരിശുദ്ധാത്മാവിനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിനത് പ്രത്യുത്തരം കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ, ഈ പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് വിശുദ്ധ കുമ്പസാരവുമൊക്കെ നടത്തി എളിമപ്പെട്ട് ഈശോയുടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാനും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അനേകം ആത്മാക്കളെ നേടുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.